നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വെറൈറ്റി ടോപ്പിക്സിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു അക്രലിക് പെയിൻറ്റിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു പ്രോപ്പർ ട്യൂട്ടോറിയലായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ്. വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. സ്റ്റെപ്പ് 1 സ്കെച്ചിങ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ആ ചിത്രം വളരെ നീറ്റായിട്ട് നമ്മുടെ പേപ്പറിലേക്ക് വരച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു മെക്കാനിക്കൽ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് വരയ്ക്കാനായിട്ട്. പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറേസറിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാം. കാരണം കൂടുതലായിട്ട് ഇറേസർ യൂസ് ചെയ്താൽ ഈ പേപ്പറിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലെ വീഴും. അത് നമ്മുടെ പടത്തിൻ്റെ ഭംഗി നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് മാക്സിമം ഇറേസർ യൂസ് ചെയ്യാതെ നീറ്റായിട്ട് സ്കെച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റെപ്പ് 2 ബാക്ക്ഗ്രൗണ്ട്. ഈ സ്റ്റെപ്പിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യം ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ബാക്ക്ഗ്രൗണ്ട് ചെയ്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ആ ഒബ്ജക്റ്റിൻ്റെ ഔട്ട്ലൈൻ്റെ അകത്തേക്ക് കയറ്റി പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഈ അക്രിലിക് എന്ന് പറയുന്നത് ഒരു ഒപ്പേക്ക് മീഡിയമാണ്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റെഡ് കളറിൻ്റെ മുകളിൽ ഗ്രീൻ കളർ അപ്ലൈ ചെയ്താൽ ഗ്രീൻ കളർ തന്നെയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഓട്ടോൻ്റെ ഔട്ട്ലൈൻ്റെ അകത്തേക്ക് കയറ്റി പെയിൻറ്റ് ചെയ്തിട്ടാലും ഈ ഓട്ടോ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആ ബോർഡറൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഫ്ലാറ്റ് ബ്രഷുകളാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ ഡാർക്കായിട്ടുള്ള ഒരു ബ്ലൂവിഷ് കളർ വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത്. അക്രിലിക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു മീഡിയമാണ്. ഇപ്പോൾ ക്യാൻവാസ് അല്ലെങ്കിൽ പേപ്പറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5-7 മിനിറ്റ് കൊണ്ട് അക്രിലിക് പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ബ്ലെൻഡ് ചെയ്യേണ്ട ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് പോകണം. ഇപ്പോൾ ഈ ഓട്ടോൻ്റെ ബാക്ക് ടയറിൻ്റെ അകത്തേക്കൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ഓട്ടോ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്ത് ബോർഡറൊക്കെ നമുക്ക് സെറ്റാക്കാം. സ്റ്റെപ്പ് 3 ഡാർക്ക് ഷെയ്ഡ്സ്. നമ്മുടെ പെയിൻറ്റിങ്ങിൽ ആദ്യം ഡാർക്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുക. വാട്ടർ കളറൊക്കെ ആണെങ്കിൽ നമ്മൾ നോർമലി ലൈറ്റിൽ നിന്നും ഡാർക്കിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരികയാണ് ചെയ്യുക. പക്ഷേ അക്രിലിക് അല്ലെങ്കിൽ ഓയിൽ പെയിൻറ്റിങ്ങിൽ അതിൻ്റെ ക്ലാസിക് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓട്ടോൻ്റെ മുകൾ ഭാഗത്ത് യെല്ലോ കളറാണ് വരുന്നത്. പക്ഷേ ഞാനിവിടെ ഒരു ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് ഷെയ്ഡ്സാണ് ആദ്യം ചെയ്യുന്നത്. ഏറ്റവും ഡാർക്കറായിട്ടുള്ള ഏരിയാസ് അതിൻ്റെ ഷെയ്ഡിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ചെയ്തു നോക്കുക. ഫോട്ടോഗ്രാഫ് നല്ലോണം റെഫർ ചെയ്യുക. എവിടെയൊക്കെയാണ് ഡാർക്ക് ഷെയ്ഡ്സ് വന്നിട്ടുള്ളത്, അതിൻ്റെ ഷേപ്പ് എന്തൊക്കെയാണ്, അതേപടി തന്നെ പേപ്പറിലേക്ക് വരച്ചെടുക്കാനായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റെപ്പ് 4 മിഡ് ടോൺസ്. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പിൽ ഡാർക്ക് ടോൺസ് ആണ് അപ്ലൈ ചെയ്തത്. ഈ സ്റ്റെപ്പിൽ നമ്മൾ തൊട്ട് അടുത്ത ഷെയ്ഡായിട്ടുള്ള മിഡ് ടോണാണ് അപ്ലൈ ചെയ്യുന്നത്. ഡാർക്ക് ടോൺ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് നോക്കിയിരുന്നു, അതുപോലെ തന്നെ ഷെയ്ഡിൻ്റെ ഷേപ്പ് നോക്കിയിരുന്നു. ഈ സ്റ്റെപ്പിൽ മിഡ് ടോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള സ്പേസ് ആ കളർ വെച്ച് വെറുതെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഫ്രീഡം നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെ കുറിച്ച് അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഷാഡോ വെച്ചിട്ട് നമ്മൾ ഷാഡോൻ്റെ ഷേപ്പൊക്കെ കറക്റ്റ് ചെയ്ത് ഒബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്പേസ് ഇനി കളേഴ്സ് വെച്ച് ഫില്ല് ചെയ്യാനുള്ള ഭാഗം മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കളേഴ്സ് വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഓട്ടോൻ്റെ മുകൾ ഭാഗം യെല്ലോ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഒറ്റ ടോൺ യെല്ലോ യൂസ് ചെയ്യാതെ കുറച്ച് വേരിയേഷൻസ് ഉള്ള യെല്ലോ യൂസ് ചെയ്യുന്നുണ്ട്. ചില ഭാഗത്ത് ഇത്തിരി ഓറഞ്ചിഷ് ആയിട്ടുള്ള യെല്ലോയും ചില ഭാഗത്ത് കുറച്ച് ലെമൺ യെല്ലോ ടൈപ്പുള്ള യെല്ലോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിരിക്കും, കുറച്ചും കൂടി കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്റ്റെപ്പ് 5 ലൈറ്റ് ടോൺസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡാർക്ക് ടോൺ ചെയ്തു, മിഡിൽ ടോൺ ചെയ്തു, ഇനി ചെയ്യാനുള്ളത് ലൈറ്റ് ടോൺ ആണ്. അപ്പോൾ ഞാനിവിടെ ലെമൺ യെല്ലോ പ്ലസ് വൈറ്റ് മിക്സാണ് ലൈറ്റ് ടോൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ ഒബ്ജക്റ്റിൽ ലൈറ്റ് ഡയറക്റ്റ് വീഴുന്ന ഭാഗത്തൊക്കെ ലൈറ്റ് ടോൺ ആയിരിക്കും. അക്രിലിക്കിൽ ഒരു കളറ് ലൈറ്റ് ആക്കാനായിട്ട് അതിലേക്ക് വൈറ്റാണ് നമ്മൾ മിക്സ് ചെയ്യുക. ഒരു കളർ ഡാർക്ക് ആക്കാനായിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറോ ബ്ലാക്കോ ആണ് മിക്സ് ചെയ്യുക. കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുമ്പോൾ ഒരു കളർ വീലുണ്ട് നമുക്ക്. അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കളേഴ്സിനെയാണ് കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുക. ഇപ്പോൾ റെഡിൻ്റെ ഓപ്പോസിറ്റ് ഗ്രീനാണ് നിൽക്കുക. അപ്പോൾ റെഡ് ഗ്രീനും മിക്സ് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ. റെഡും ഗ്രീനും മിക്സ് ചെയ്താൽ നമുക്ക് ഒരു ഡാർക്ക് ഷെയ്ഡാണ് കിട്ടുക. അല്ലെങ്കിൽ ആ റെഡിൻ്റെ ഡാർക്ക് ഉണ്ടാക്കണമെങ്കിൽ റെഡിലേക്ക് ബ്ലാക്ക് മിക്സ് ചെയ്താലും മതി. അങ്ങനെയാണ് അക്രിലിക്കിൽ ഡാർക്ക് കളറും ലൈറ്റ് കളറും ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യാത്ത ബാക്കിയുള്ള എല്ലാ ഭാഗത്തും സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഡാർക്ക് ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യുക, രണ്ടാമതായിട്ട് മിഡിൽ ടോൺ അപ്ലൈ ചെയ്യുക, ലാസ്റ്റ് ലൈറ്റ് ടോൺ അപ്ലൈ ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് എല്ലാ ഭാഗത്തും ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു മെത്തേഡിൽ കുറേ പ്രാക്ടീസ് ചെയ്ത് പ്രൊഫഷണലായി കഴിഞ്ഞാൽ
ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ അക്രിലിക് പെയിൻറ്റിങ്ങിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളെ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ പക്ക ബിഗിനേഴ്സ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിലും ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, കളർ മിക്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്. നിങ്ങൾ അക്രിലിക് പെയിൻറ്റിങ് ആദ്യമായിട്ടാണോ ചെയ്യാൻ പോകുന്നത്, അതോ ചെയ്ത് കുറച്ച് എത്തിയതാണോ, നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലാണോ ബിഗിനർ സ്റ്റേജിലാണോ എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഉൾപ്പെടുത്തിയിട്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അക്രിലിക് പെയിൻറ്റിങ് ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ട്യൂട്ടോറിയൽസിലൂടെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.